ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 27/2019 കേരള പീസ് നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫൈനൽ ആൻസർ കീ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് LD ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ, ഗ്രേഡ് 2 കേരള വാട്ടർ അതോറിറ്റി, KCMMF ലിമിറ്റഡ് എന്നിവിടേക്ക് കേരള പീസ് നടത്തിയ എക്സാമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 1, വിന്നർ ഓഫ് ഗാന്ധി പീസ് പ്രൈസ് ഫോർ ദ ഇയർ 2018. 2018 ഗാന്ധി പീസ് പ്രൈസ് നേടിയത് ക്വസ്റ്റ്യൻ നമ്പർ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, യോഹി ശശകാവ. 2019 ഗാന്ധി പീസ് പ്രൈസ് നേടിയത് ഡേവിഡ് ആറ്റംബറോ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2, വെൻ ഈസ് ദ ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് ഇന്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ആൻസർ എന്ന് ഓപ്ഷൻ ഡി ആണ്, മാർച്ച് 22. ക്വസ്റ്റ്യൻ നമ്പർ 3, ഹു ഈസ് ദ യങ്ങസ്റ്റ് ഗോൾഡ് മെഡലിസ്റ്റ് ഇൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിം. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, അഭിനവ് ഷാ. Next question number 4, name the Indian who won the Dan David Prize for the year 2019. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സഞ്ജയ് സുബ്രഹ്മണ്യൻ. ഡാൻ ഡേവിഡ് പ്രൈസ് 2019 നേടിയ സഞ്ജയ് സുബ്രഹ്മണ്യം ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5, വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് സ്മൈൽ വെർച്വൽ ടൂർ ഗൈഡ് ദാറ്റ് ലിങ്ക് ടൂറിസ്റ്റ് വിത്ത് ദ പ്ലേസസ് ഓഫ് അട്രാക്ഷൻ ആൻഡ് പ്രൊവൈഡേഴ്സ് ഓഫ് സർവീസ്. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ്, കേരള. ക്വസ്റ്റ്യൻ നമ്പർ 6, ഹു വോൺ ദ എഴുത്തച്ഛൻ അവാർഡ് ഫോർ ദ ഇയർ 2018 എഴുത്തച്ഛൻ അവാർഡ് നേടിയത് ഓപ്ഷൻ ബി എം മുകുന്ദനാണ്. എന്നാൽ 2019 എഴുത്തച്ഛൻ അവാർഡ് നേടിയത് സച്ചിദാനന്ദനാണ്. അദ്ദേഹത്തിന് ആനന്ദ് എന്നും വിളിക്കുന്നുണ്ട് പേര്. ക്വസ്റ്റ്യൻ നമ്പർ 7, ദ ബുക്ക് 281 ആൻഡ് ബിയോണ്ട് ഈസ് ദ ഓട്ടോബയോഗ്രഫി ഓഫ് വിച്ച് ഇന്ത്യൻ ക്രിക്കറ്റർ ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, 281 ആൻഡ് ബിയോണ്ട് എന്ന് പറയുന്ന ബുക്ക് ഏത് ഇന്ത്യൻ ക്രിക്കറ്റർ തന്നെയാണ്, VVS ലക്ഷ്മണൻ്റെയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8, ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ് question number 9, which of the following rescue operation had been launched by Indian Army at the flood hit areas of Kerala? ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ സഹയോഗ് ആണ്. ആർമി നടത്തിയ ഫ്ലഡ് ടൈമിൽ, കേരളത്തിലെ ഫ്ലഡ് ടൈമിൽ ആർമി നടത്തിയ റെസ്ക്യൂ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഹയോഗ്. അതേപോലെ തന്നെ നേവി നടത്തിയ റെസ്ക്യൂ ഓപ്പറേഷനെ പറയുന്ന പേര് ഓപ്പറേഷൻ മദത്ത് എന്നാണ്. എയർഫോഴ്സിൻ്റെ ആണെങ്കിൽ ഓപ്പറേഷൻ കരുണ, അതേപോലെ തന്നെ കേരള പോലീസിൻ്റെ ആണെങ്കിൽ ഓപ്പറേഷൻ ജലരക്ഷ. Question number 10, which city has been recognized as World Capital Architecture for 2020 by UNESCO? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, റിയോ ഡി ജനീറോ. Which city has been recognized as World Capital of Architecture for 2020 by UNESCO? ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, റിയോ ഡി ജനീറോ. Question number 11, from which country the concept of judicial review in Indian Constitution is borrowed? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, USA. ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്നാണ്, ആ കൺസെപ്റ്റ് എവിടെ നിന്നാണ് ഇന്ത്യ കടമെടുത്തതെന്നാണ്. ജുഡീഷ്യൽ റിവ്യൂ കടമെടുത്തിരിക്കുന്നത് USA നിന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 12, ഹു വാസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് INC? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ വുമൺ പ്രസിഡന്റ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ആനി ബെസന്റ്. ക്വസ്റ്റ്യൻ നമ്പർ 13, ഹു റോഡ് ദ വർക്ക് രാജതരംഗിണി എഴുതിയ ആരെന്നാണ്. ഓപ്ഷൻ ബി, കൽഹണനാണ് രാജതരംഗിണി എഴുതിയത്. Question number 14, which of the following river is called Churni in ancient times? Ancient ടൈമിൽ ചൂർണി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്നാണ്. ആൻസർ എന്ന് പറയുന്നത് പെരിയാർ ആണ്. ഏത് റിവർ എന്നാണ്? പെരിയാർ. Question number 15, കീഴരിയൂർ ബോംബ് കേസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ്? കീഴരിയൂർ ബോംബ് കേസ് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്. Question number 16, Dendrochronology is the scientific study of dendrochronology എന്നറിയപ്പെടുന്നത് എന്തിൻ്റെ സ്റ്റഡിയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആനുവൽ റിങ്സ് ഓഫ് ട്രീ ആണ് ഡെൻഡ്രോക്രോണോളജി. ക്വസ്റ്റ്യൻ നമ്പർ 17, വാട്ട് ഡസ് ടി സ്റ്റാൻഡ്സ് ഫോർ? ദ അബ്രിവേഷൻ നീതി ആയോഗിൽ ടി എന്താണ് ഇതിൽ നിന്നാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ട്രാൻസ്ഫോമിംഗ് എന്നാണ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next question number 18, Pradhan Mantri Jan Dhan Yojana PMJDY was launched in. Pradhan Mantri Jan Dhan Yojana എന്നാണ് നിലയിൽ വന്നതെന്നാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ, 28 August 2014. Question number 19, who invented steam engine കണ്ടുപിടിച്ച ആരാണെന്നാണ്. ആൻസർ എന്നാണ് ഓപ്ഷൻ സി ആണ്, ജെയിംസ് വാട്ട്. Question number 20, Love in the Time of Cholera is a book written by.
ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഗബ്രിയേൽ ഗാർസിയ മാർക്കസ്. ക്വസ്റ്റ്യൻ നമ്പർ 21, ഹു റിഫേർഡ് ടു വാഗൺ ട്രാജഡി ആസ് ദ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ? ആൻസർ എന്ന് പറയുന്നത് സുമിത് സർക്കാർ. ഹു റിഫേർഡ് ടു വാഗൺ ട്രാജഡി ആസ് ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ? സുമിത് സർക്കാർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22, നെയിം ദ സോഷ്യൽ റിഫോമർ കേരള ഹു ഈസ് നോൺ ആസ് മുടിച്ചൂടും പെരുമാൾ? മുടിച്ചൂടും പെരുമാൾ എന്നറിയപ്പെടുന്ന സോഷ്യൽ റിഫോമർ ഏതാണെന്നാണ് കേരളത്തിലെ? ആൻസർ എന്ന് ഓപ്ഷൻ ഡി ആണ്, വൈകിണ്ട സോമയാർ. Question number 23, who among the following started a branch of ബ്രഹ്മ സമാജ് in കാലിക്കട്ടിലെ ബ്രഹ്മ സമാജത്തിന്റെ ഒരു ബ്രാഞ്ച് തുടങ്ങിയത് ആരെന്നാണ്? ആൻസർ എന്ന് പറയുന്നത് അയ്യപ്പൻ ഗോപാലനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. Next question number 24, which of the following was formed by പൊയ്കൽ യോഹന്നാൻ? പൊയ്കൽ യോഹന്നാൻ ഫൗണ്ട് ചെയ്ത എന്തോന്നാണ്? ഫൗണ്ടഡ് ചെയ്ത എന്തുവാണെന്നാണ്? പ്രത്യക്ഷ രക്ഷാ ദേവസഭയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Question number 25, the first meeting of Narayana Guru with Mahatma Gandhi was in India. ഏത് വർഷമാണ് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും തമ്മിൽ ആദ്യമായി കണ്ടുമുട്ടിയതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, 1925. Question number 26, who authored the work മോക്ഷപ്രദീപ? മോക്ഷപ്രദീപ ആരുടെ വർക്കാണെന്നാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബ്രഹ്മാനന്ദ ശിവയോഗി. Next question number 27, which of the following was founded by പണ്ഡിറ്റ് കറുപ്പൻ? ഇതിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പൻ ഫൗണ്ട് ചെയ്തതെന്നാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ആര്യ സമാജം. Which of the following was founded by പണ്ഡിറ്റ് കറുപ്പൻ? പണ്ഡിറ്റ് കറുപ്പൻ ഫൗണ്ട് ചെയ്ത എന്തോന്നാണ്? ആര്യ സമാജം. Question number 28, Kallumala agitation which took place in Central Travancore is also known as? Kallumala agitation Central Travancore നടന്ന കല്ലുമല അജിറ്റേഷന്റെ മറ്റൊരു പേര് എന്തോന്നാണ്? ആൻസർ എന്ന് പറയുന്നത് പേരനാട് ലഹള എന്നാണ്. Question number 29, who was the first president of നായർ സർവീസ് സൊസൈറ്റി? NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാന്നാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ കെ കേളപ്പനാണ്. NSSന്റെ ആദ്യത്തെ പ്രസിഡന്റ് കെ കേളപ്പൻ. NSS സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തെ കേളപ്പനായിരുന്നു ഫസ്റ്റ് പ്രസിഡന്റ്. എന്നാൽ സെക്രട്ടറി എന്നറിയപ്പെടുന്ന സെക്രട്ടറി മന്നത്ത് പത്മനാഭനായിരുന്നു. അത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകരുത്. Question number 30, which social reformer Kerala started the journal അഭിനവ് കേരള? അഭിനവ് കേരള എന്ന ജേണൽ ഏത് സോഷ്യൽ റിഫോമറാണ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തതെന്നാണ്? ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ബാഗ്പടാനന്ദ. Question number 31, dash give step by step movement of the carriage? കാരേജിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെന്റ് കൊടുക്കുന്ന എന്തോന്നാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, റോക്കർ. Question 32 ഡിലീറ്റഡ് ആണ്. Question number 33, while cutting on stencils the bichrome switch is put on the dash position? നമ്മൾ സ്റ്റെൻസിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ബൈക്രോം സ്വിച്ച് ഏത് പൊസിഷനിലായിരിക്കണം നമ്മൾ വെക്കേണ്ടതെന്നാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, വൈറ്റ്. ദ സൈസ് ഓഫ് A4 സൈസ് പേപ്പർ? A4 സൈസ് പേപ്പറിന്റെ സൈസ് എത്രയെന്നാണ്? 210 mm × 297 mm ആണ്. Question number 35, the first textbook handbook of instructions for the typewriter was written by? ആദ്യത്തെ ബുക്കായ ദ ഹാൻഡ് ബുക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോർ ദ ടൈപ്പ്റൈറ്റർ ആരാണ് എഴുതിയെന്നാണ്? ആൻസർ എന്ന് പറയുന്നത് എഡ്വേർഡ് എഫ് അണ്ടർഹിൽ ആണ്. ക്വസ്റ്റ്യൻ ബി ആണ് ആൻസർ, എഡ്വേർഡ് എഫ് അണ്ടർഹിൽ. ദ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഹാൻഡ് ബുക്ക് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഫോർ ദ ടൈപ്പ്റൈറ്റർ എന്ന ആ ബുക്ക് എഴുതിയത് ആരെന്നാണ്? എഡ്വേർഡ് എഫ് അണ്ടർഹിൽ. Next question number 36, which carriage is suitable for brief paper? ബ്രീഫ് പേപ്പറിന് suitable ആയിട്ടുള്ള carriage ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. Question number 37, which key is used to bring the blocked type bars back to their normal position? ടൈപ്പ് ബാർസിനെ ബ്ലോക്ക് ആയിട്ടുള്ള ടൈപ്പ് ബാർസിനെ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന കീ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ആൻസർ എന്ന് പറയുന്നത് കീ റിലീസ് കീ ആണ്, ഓപ്ഷൻ ബി. Question number 30, the up and down movement of the ribbon at the printing point is? ആൻസർ എന്ന് പറയുന്നത് റിബൺ ത്രോ ആണ്. The up and down movement of the ribbon at the printing point is? ആൻസർ എന്ന് ഓപ്ഷൻ സി, റിബൺ ത്രോ. 39, സ്ക്യൂസിങ് മീൻസ്? സ്ക്യൂസിങ് എന്ന് പറയുന്നത് എക്സ്ക്യൂസിങ് മീൻസ്? ആൻസർ എന്ന് ഓപ്ഷൻ എ ആണ്, ടൈപ്പ് മോർ ലെറ്റേഴ്സ് ഇൻ ലെസ് സ്പേസ്. സ്ക്യൂസിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്? ടൈപ്പ് മോർ ലെറ്റേഴ്സ്, ഒരുപാട് ലെറ്റേഴ്സ് കുറച്ച് സ്ഥലത്ത് ടൈപ്പ് ചെയ്യുന്നതിനെയാണ് സ്ക്യൂസിങ് എന്ന് പറയുന്നത്.
Question number 40. An average of dash stroke is taken for one standard word. Answer on option B ആണ് 5. An average of dash stroke is taken for one standard word. Answer എന്ന് പറയുന്നത് B ആണ് 5. Next question number 41. Right division of a word is known as. Right division of word is known as. Answer എന്ന് പറയുന്നത് option C ആണ് syllabification. Question number 42. PBH stands for. എന്താണ് PBH കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്? Private Branch Exchange എന്നാണ്. Question number 43. The sign used to indicate a footnote. എന്ത് സൈനാണ് ഫുട് നോട്ടിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ആസ്ട്രിക്. Question number 44. When the purpose and carbons are not easily inserted in the type machine, which folder is used? Question number 5. When the purpose and carbons are not easily inserted in the type machine, which folder is used? Answer എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കാർബോണിയം ഫോൾഡർ. Question number 45. Which method of keyboard operation involves typing by sense of location, memorizing of the keyboard and each finger operating on the keys allocated to it? Answer no option B ആണ് touch method of typewriting. Question ഒന്നുകൂടെ വായിക്കാം. Which method of keyboard operations involves typing by sense of location, memorizing of the keyboard and each finger operating on the keys allocated to it? Answer no option B and answer no option B ആണ് touch method of typewriting. Question number 46. In proof correction, NB stands for. Proof correction NB എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതാണ്? നെക്സ്റ്റ് പാരഗ്രാഫ് എന്നാണ്. Question number 47 deleted ആണ്. Question number 48. Which pen is used for signatures and drawings on stencil paper? Answer എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് സ്റ്റൈലസ് പെൻ ആണ് സിഗ്നേച്ചറും ഡ്രോയിങ്സിനൊക്കെ സ്റ്റെൻസിൽ പേപ്പറിൽ യൂസ് ചെയ്യുന്നത്. Question number 49. Dash is used to type on ruled papers. Dash is used to type on ruled papers. ടൈപ്പ് ചെയ്യാനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നതാണ്? ആൻസർ എന്ന് പറയുന്നത് വേരിയബിൾ ലൈൻ സ്പേസർ ആണ്. Question number 50. Maximum use of type ribbon is known as. ആൻസർ എന്ന് ഓപ്ഷൻ ബി ആണ് റിബൺ എക്കോണമി. Maximum use of type ribbon is known as. ആൻസർ എന്ന് ഓപ്ഷൻ ബി ആണ് റിബൺ എക്കോണമി. Question number 51. The abbreviated form of MESS. MESSRS ആണ്. ആൻസർ എന്ന് ഓപ്ഷൻ എ ആണ് MEMBAR-S. Question number 52. Which key is used to retype a letter lightly printed or omitted? Question ഒന്നുകൂടെ വായിക്കാം. Which key is used to retype a letter lightly printed or omitted? ആൻസർ എന്ന് ഓപ്ഷൻ ബി ആണ് backspace key. Next question number 53. A typewriter which can be easily transferred from one place to another is called. നമുക്ക് ഒരു ടൈപ്പ് റൈറ്റിംഗ് മെഷീനെ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന മെഷീനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ആൻസർ എന്ന് പറയുന്നത് പോർട്ടബിൾ ടൈപ്പ് റൈറ്റർ. ഓപ്ഷൻ സി ആണ് ആൻസർ. Next question number 54. Which symbol you generally use to type an email address? Email address ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ ഏതാണെന്നാണ്. ആൻസർ എന്ന് ഓപ്ഷൻ ബി ആണ് അറ്റ്. Question number 55. How many spaces should leave after interrogation mark? Interrogation mark കഴിഞ്ഞിട്ട് നമ്മൾ എത്ര സ്പേസ് വിടണമെന്നാണ്. ആൻസർ എന്ന് ഓപ്ഷൻ ബി ആണ് 2. Question number 56. ഈ പ്രൂഫ് കറക്ഷൻ ഹാഷ് സ്റ്റാൻഡ്സ് ഫോർ. പ്രൂഫ് കറക്ഷനിലെ ഹാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ്. ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് ഇൻസേർട്ട് സ്പേസ്. Question number 57. ടച്ച് മെത്തേഡ് ഓഫ് ടൈപ്പ് റൈറ്റിംഗ് ഈസ് ആൾസോ നോൺ ആസ്. ടച്ച് മെത്തേഡ് ഓഫ് ടൈപ്പ് റൈറ്റിംഗിൻ്റെ മറ്റൊരു പേര് അല്ലെങ്കിൽ അതിനെ വേറെ എന്ത് പേരിൽ അറിയപ്പെടുക? ആൻസർ അതാണ് 9 finger മെത്തേഡ്. ടച്ച് മെത്തേഡ് ഓഫ് ടൈപ്പ് റൈറ്റിംഗിൻ്റെ മറ്റൊരു പേരാണ് 9 finger മെത്തേഡ്. Question number 58. Breaking of words at the ends represented by. നമ്മൾ ഒരു വേർഡ് ബ്രേക്ക് ചെയ്യാണ് ഒരു പേജിൻ്റെ ഒരു പേപ്പറിൻ്റെ എൻഡിലായിട്ട് റൈറ്റ് സൈഡിൽ വെച്ചപ്പോഴത്തേക്കും ഇപ്പോൾ വേർഡ്സിൽ WO അടിച്ചു ബാക്കി അടിക്കുക സ്പേസ് സ്ഥലമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ എന്തോ വെച്ചിട്ടാണ് നമ്മൾ ആ വേർഡ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ഹൈഫൺ. Question number 59. The size of octavo paper. Octavo പേപ്പറിൻ്റെ സൈസ് എത്രയെന്നാണ്. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. Next question number 60. While typing on stencil, the ribbon is made.
വൈൽ ടൈപ്പിംഗ് ഓൺ സ്റ്റെൻസിൽ, ഒരു സ്റ്റെൻസിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ റിബൺ എന്ത് ചെയ്യണം, അതിന് റിബണിന് നമ്മൾ ഇനാക്റ്റീവ് ആയിട്ട് വെക്കണം. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 61, ദ ഡിഫോൾട്ട് ലെഫ്റ്റ് മാർജിൻ ഇൻ എ വേർഡ് ഫോർമാറ്റിൽ, ഡിഫോൾട്ട് ആയിട്ടുള്ള വേർഡ് ഫോർമാറ്റിൽ ഡിഫോൾട്ട് ആയിട്ടുള്ള ലെഫ്റ്റ് മാർജിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 62, ഷോർട്ട് കട്ട് കമാൻഡ് ടു സെൻഡ് എ ടെക്സ്റ്റ്, ഒരു നമ്മൾ ടൈപ്പ് ചെയ്ത ഒരു ടെക്സ്റ്റിന് സെൻറ്ററിലോട്ട് കൊണ്ടുവരാൻ, ഒരു പേപ്പറിൻ്റെ മിഡിലായിട്ട് കൊണ്ടുവരാനായിട്ട് യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ ഏതാണ്? Ctrl+E. Question number 63, in MS Word will print a complete set of first copy, then the second set and so on. Which option is selected? Answer option B ആണ് collect. Question number 64, in MS Word formula option is available in, formula options MS Word ഏത് മെനുവിലാണ് കാണുന്നതെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ടേബിൾ മെനുവിലാണ്. Question number 65, using keyboard how to close the current window, ഏത് കീബോർഡ് യൂസ് ചെയ്ത് നമുക്ക് ഒരു വിൻഡോ എങ്ങനെ ക്ലോസ് ചെയ്യാമെന്നാണ്. ആൻസർ Ctrl+F4 വെച്ചിട്ട് നമുക്കൊരു വിൻഡോ ക്ലോസ് ചെയ്യാം. കീബോർഡിൽ Ctrl+F4 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വിൻഡോ, കറണ്ട് വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 66, ഡാഷ് സിമ്പിൾ പ്ലേസ്ഡ് ബിഫോർ എ ഹൈലൈറ്റ്സ് ദ ഐറ്റം ഇൻ എ ലിസ്റ്റ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് ബുള്ളറ്റ്. Question number 67, which tool in MS Word is used for synonyms and antonyms word? Answer option C ആണ് Thesaurus. Question number 68, what is the expansion of PDF? PDF ന്റെ expansion എന്താണ്? Portable document format എന്നാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. Question number 69, which feature helps you to insert the contents of the clipboard as text without any formatting? Question number വായിക്കാം. Which feature helps you to insert the contents of the clipboard as text without any formatting? Answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് paste special. Question number 70, insert ghost text behind the content on the page. Which option is used? Inserted ghost text behind the content on the page. Which option is used? Answer option A ആണ് watermark. Question number 71, the default font used in MS Word. Answer option A ആണ് Times New Roman. Next question, drop cap means. Drop cap കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ ഡി none of these. Question number 73, to create a letters and address list, which a template provided by Word? To create letters and address list, which template provided by Word? അഡ്രസ്സും ലെറ്റേഴ്സും എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വേർഡിൽ എന്ത് ടെംപ്ലേറ്റ് ആണ് ഉള്ളതെന്നാണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് മെയിൽ മർജ്. Question number 74, when we point and click on the start button, dash menu will appear. നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് മെനു ആയിരിക്കും വരുന്നതെന്നാണ്. ആൻസർ എന്ന് പറയുന്നത് പോപ്പ് മെനു. ഓപ്ഷൻ സി ആണ് ആൻസർ. Question number 75, what does Ctrl+= key effect? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് സബ്സ്ക്രിപ്റ്റ്. Ctrl+= ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രിപ്റ്റ് ആണ്. Next question 76, how will MS Word will respond in repeated word? Answer no option A ആണ് a red wavy line under the repeated word. Question നോക്കിയാൽ how will MS Word will respond in repeated word? Repeated word ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു റെഡ് കളർ ലൈൻ ആയിരിക്കും വരുന്നത്. അവിടെ a red wavy line under the repeated wordന്റെ അടിയിൽ ഒരു റെഡ് കളർ ലൈൻ വരും. Next question number 77, tab stop position cannot be the following alignment. Tab stop position cannot be the following alignment. Answer on option D ആണ് justify alignment. Question number 78, how to use format painter multiple times. Format painterന് ഒന്നിലധികം തവണ യൂസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫോർമാറ്റ് പെയിന്റർ. ബൈ ഡബിൾ ക്ലിക്ക് ഓൺ ലോക്ക് ഫോർമാറ്റ് പെയിന്റ് ഐക്കൺ. നമ്മൾ എന്ത് ചെയ്യണം, ലോക്ക് ഓപ്ഷൻ ബി ആണ് ആൻസർ. ലോക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ലോക്ക് ഫോർമാറ്റ് പെയിന്റ് ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫോർമാറ്റ് പെയിന്ററിന് നമുക്ക് ഒന്നിലധികം തവണ യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 79, ബഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. എ ലോജിക്കൽ എററിനെ പ്രോഗ്രാം നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നതിൽ ലോജിക്കലായിട്ടുള്ള എററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഗ് എന്ന് പറയുന്നത്.
Option A ആണ് ആൻസർ. Question number 80. If you move the mouse pointer over an icon, you find information about this icon in a small rectangular box. This information is called. ആൻസർ എന്ന് പറഞ്ഞാൽ ടൂൾ ടിപ്പ് എന്നാണ്. നമ്മൾ ഇപ്പോൾ 2007 മൗസിൽ 2007 MS Paint തന്നെ നമ്മളിപ്പോൾ മുകളിൽ ഫയൽസിൽ അങ്ങനെ എവിടെയെങ്കിലും നമ്മൾ മൗസ് പോയിന്റർ കൊണ്ടുപോവുകയാണെങ്കിൽ അത് എന്തിനുള്ളതാണെന്നുള്ളത് താഴെയായിട്ട് വരും. അത് ആ ഒരു സംഭവമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇഫ് യു മൂവ് ദ മൗസ് പോയിന്റർ ഓവർ ദ ഐക്കൺ യു ഫൈൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദിസ് ഐക്കൺ ഇൻ എ സ്മാൾ റെക്ടാങ്കുലർ ബോക്സ്. ചെറിയ റെക്ടാങ്കുലർ ബോക്സിൽ അത് എന്തിനുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് വരാറുണ്ട്. അപ്പോൾ അത് എന്തുവാണെന്നാണ് ചോദിച്ചേക്കണം. അത് ടൂൾ ടിപ്പ് എന്നാണ് പറയുന്നത്. Question number 81. Full form of URL. URL എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന ഓപ്ഷൻ എ ആണ്, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. Question number 82. The following device is used to connect two systems using different protocol. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഗേറ്റ്വേ. Question number 82. The following device is used to connect two systems using different protocols. ഇതിൽ ഏത് ഡിവൈസ് ആണ് രണ്ട് വ്യത്യസ്ത സിസ്റ്റംസിനെ ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ് വെച്ച് കണക്ട് ചെയ്യാൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതെന്നാണ്. രണ്ട് ഡിവൈസിനെ രണ്ട് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിൻ്റെ പേര്. ആൻസർ ഗേറ്റ്വേ ആണ്. ദ ഫോളോയിങ് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു സിസ്റ്റംസ് യൂസിങ് ഡിഫറെൻറ്റ് പ്രോട്ടോക്കോൾസ്. ആൻസർ എന്നാണ് ഓപ്ഷൻ സി, ഗേറ്റ്വേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 83. കറക്റ്റിംഗ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം ഈസ് കാൾഡ്. ഒരു പ്രോഗ്രാമിലെ എററിനെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നതിനെ എന്ത് പേരിലാണ് പറയുന്നതെന്നാണ്. ആൻസർ എന്ന ഓപ്ഷൻ സി ആണ്, ഡീബഗിങ്. ക്വസ്റ്റ്യൻ നമ്പർ 84. ദ ഗാർബേജ് കളക്ടർ. ഗാർബേജ് കളക്ടർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കളക്ട് ഫ്രാഗ്മെന്റഡ് എറേസ് ഓഫ് മെമ്മറി. ഇറ്റ് കളക്ട്സ് ഫ്രാഗ്മെന്റഡ് ഏരിയാസ് ഓഫ് മെമ്മറി. The average number of comparisons in sequential search. ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, n+1/2. Question number 86. WW is based on which model? ആൻസർ എന്ന് ഓപ്ഷൻ ബി ആണ്, ക്ലയൻറ്റ് സെർവർ മോഡൽ. Question number 87. The fathers of internet. ഇന്റർനെറ്റിന്റെ ഫാദർ എന്ന് പറയുന്ന ആരെയാണെന്നാണ്. ആൻസർ മീൻസ് സെർഫ് ആണ്. Question number 88. An oops hiding individual components of an entry is in 88. In oops hiding individual components and entries. Answer on option A ആണ്, encapsulation. Question number 89. The output of lexical analyzer is. Answer on option B ആണ്, a stream of tokens ആണ്. Next question, question number 90. The operation which is commutative but not associative is. ഒരു ഓപ്പറേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും പക്ഷെ അത് അസോസിയേറ്റീവ് ഇല്ല. അങ്ങനത്തെ ഓപ്പറേഷൻ ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, നാൻഡ്. ക്വസ്റ്റ്യൻ നമ്പർ 91. എക്സാമ്പിൾസ് ഓഫ് സിസ്റ്റം പ്രോഗ്രാംസ് ഇൻക്ലൂഡ്. ആൻസർ ഓൾ ഓഫ് ദി എബോവ് ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 92. ലാർജ് കളക്ഷൻ ഓഫ് ഫയൽ ഈസ് നോൺ ആസ്. ഒരു വലിയ കളക്ഷൻ ഓഫ് ഫയലിനെ നമ്മൾ എന്താണെന്നാണ് പറയുന്നത്. ആൻസർ ആണ് ഡേറ്റാബേസ്. Next question, question number 93. To transfer electronic mail from one machine to another, the following IP protocol is used. Answer എന്ന് പറയുന്നത് SMTP ആണ്. Next question, question number 94. The following topology is the highest reliability. Answer option A ആണ്, mesh. Question number 95. The verification is a process of. Answer option B ആണ്, authentication. Question number 90. The following is the unstable sorting method. Answer option C ആണ്, heap sorter. Next question, question number 97. On gigabyte on GB is equal to 1024 megabyte. Next question, question number 98. Which port connects special types of music instruments to sound card? Question ഒന്നുകൂടെ വായിക്കാം. Which port connects special types of music instrument to sound card? Answer ഓപ്ഷൻ സി, MIDI ആണ്. Question number 99. Dirty bit is used to show. Dirty bit എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. Used to show. Option A, page that is modified after being loaded into cache memory. Dirty bit എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നാണ്. പേജ് that is modified after being loaded into cache memory. Question number 100. HTTP stands for. HTTP എന്ന് പറയുന്നത് hypertext transfer protocol ആണ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഞാനിപ്പോൾ ഇവിടെ ഫുൾ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.